ഇത് കാണുന്ന സംഖ്യകൃസംഖ്യകളിൽ ആർക്കൊക്കെ നാടിനോട് സ്നേഹമുണ്ട്, രാജ്യസ്നേഹമുണ്ട്, അല്ലെങ്കിൽ പൊതുജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്? ഇപ്പോ ഈ പോസ്റ്റിന്റെ താഴെ പറയണം. മറുപടി പറഞ്ഞാൽ മതി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്. 2-3 ദിവസത്തിന് മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇലക്ഷൻ കഴിയാൻ പോകുന്നു, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഇവിടെയുള്ള BJP സർക്കാരിന്റെ തനിക്കുണം നിങ്ങൾ കാണാൻ പോകുന്നു, ഉപ്പ് തൊട്ട് കർപ്പൂരത്തിന് വില കയറാൻ പോകുന്നു, പെട്രോൾ ഡീസൽ ഗ്യാസിനൊക്കെ വില കയറും, വില കയറ്റും, ഈ ഇലക്ഷൻ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് തന്നെ ഇന്നലെ സംഭവിച്ചു. 1-2 രൂപയല്ല കേട്ടോ, ഗ്യാസിന്, അതായത് കടകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസിന് ഒറ്റയടിക്ക് 993 രൂപയാണ് വർദ്ധിപ്പിച്ചേക്കുന്നത്. സാധാരണ പെട്രോളൊക്കെ 50, 1 രൂപയോ 2 രൂപയോ അല്ലേ വർദ്ധിപ്പിക്കുന്നത്. ഇത് അങ്ങനത്തെ അല്ല, ഒറ്റയടിക്ക് ഏകദേശം 1000-നടുത്ത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കടക്കാർ ഒന്നാമത് കടകൾ പൂട്ടാൻ നിൽക്കുകയാണ്. കുറെ കടകൾ പൂട്ടി, ചില കടകൾ ഇന്നോ നാളെ പൂട്ടുമെന്നും പറഞ്ഞിരിക്കുന്ന മുതലാളിമാരെ, കടക്കാരെ പൂട്ടിക്കുന്ന ഏർപ്പാടല്ലേ ചെയ്തത്, അതും ഇലക്ഷൻ കഴിഞ്ഞതിന് പിറ്റേ ദിവസം. എന്തിന്? ആരുടെ കണ്ണിൽ പൊടിയിടാൻ, ആരെ പറ്റിക്കാൻ? ഈ പറ്റിക്കപ്പെട്ടത് ഇവിടെയുള്ള BJPക്ക് വോട്ട് ചെയ്യാത്ത ആളുകളെ അല്ലല്ലോ, അല്ലെങ്കിൽ മുസ്ലിങ്ങളോ ക്രൈസ്തവരെയോ മറ്റു ദലിതരെയോ ഒന്നും അല്ലല്ലോ. ഇന്ത്യയിൽ ജീവിക്കുന്ന BJPക്ക് വോട്ട് ചെയ്ത ആളുകളെ ഉൾപ്പെടെയല്ലേ ഈ പറ്റിച്ചിരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം 993 രൂപ കൂട്ടിയിരിക്കുന്നു അല്ലെ? ഇനി ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ കൂട്ടിയല്ലോ ഈ കേന്ദ്ര ഗവൺമെന്റ്, ഒറ്റയടിക്ക് ഇത്രയും വില കൂട്ടിയല്ലോ, കടകൾ, അതായത് ഹോട്ടൽ ഉടമകളുടെയും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുടെയും ജീവിതമാർഗം തൊലച്ചല്ലോ. നാട്ടിൽ അരാജകത്വം ഉണ്ടാകാൻ പോവുകയാണല്ലോ. കാര്യം, ബിസിനസ്സുകൾ ഇല്ലാതെ മുതലാളിമാർ കടപൂട്ടുകയും അവരുടെ വരുമാന മാർഗം ഇല്ലാതാവുകയും അവിടെ ഇരിക്കുന്ന തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യവസായിക മേഖല മൊത്തം തകരുകയും, ഒപ്പം തന്നെ ഇവിടെയുള്ള അത് കടയിൽ നിന്നും ആഹാരം ഭക്ഷിച്ച് ജീവിക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ, ഹോസ്റ്റലിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളൊക്കെ അവരുടെയൊക്കെ ജീവിതമാർഗം, അതായത് അവർക്കൊക്കെ ആഹാരം കഴിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാവുകയും നാട്ടിൽ പരിപൂർണമായ ഒരു അരാജകത്വം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ. BJPക്ക് വോട്ട് ചെയ്ത, അല്ലെങ്കിൽ ഇപ്പോഴും കേന്ദ്ര ഭരണത്തെ പിന്തുണയ്ക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഒരു വാക്ക് ഈ സമൂഹത്തിന് വേണ്ടി സംസാരിച്ചോ? നിങ്ങൾ പറഞ്ഞു വില കൂട്ടിയത് നല്ലതിനു വേണ്ടിയാണെന്ന് പറയും അല്ലെ? നാടിനോട് കമ്മിറ്റ്മെന്റ് വേണ്ടേ? നമ്മൾ ജീവിക്കുന്ന സമൂഹത്തോട് വോട്ട് ചെയ്ത്, ജനങ്ങളുടെ വോട്ടുകൾ, BJPക്കാരുടെ വോട്ട് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ വോട്ട് കൊണ്ടാണല്ലോ കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നത്. അപ്പൊ വോട്ട് ചെയ്ത ആളുകൾക്ക് കൂടി എഫക്ട് ചെയ്യുന്ന വലിയൊരു ദുരിതം ഇവിടെ BJP ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോ അതിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ആരൊക്കെ സംസാരിച്ചു? ഒരാളും നാടിന് വരുന്ന ആപത്തിനെ കുറിച്ച് സംസാരിക്കാനോ പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല. പിന്നെ എന്ത് രാജ്യസ്നേഹമാണ്? പിന്നെ എന്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്? പിന്നെ എന്ത് ജനങ്ങളോടുള്ള ഒരു ഇഷ്ടമാണ് നിങ്ങൾക്കുള്ളത്? ഇല്ല അല്ലെ? അതാണ് യാഥാർത്ഥ്യം. ഉണ്ടെങ്കിൽ പറയും. നാടിന്റെ നാശത്തിലേക്ക് പോകുന്ന, അരാജകത്വത്തിലേക്ക് പോകുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിച്ച് ഇത് കൊണ്ടുവന്നവരെ, ഈ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു? സിമ്പിൾ ചോദ്യമാണ്. അല്ലെങ്കിൽ പറയണം നിങ്ങൾ, ഞങ്ങൾക്ക് നാടിനോടുള്ള കമ്മിറ്റ്മെന്റ്, രാജ്യത്തോടുള്ള കമ്മിറ്റ്മെന്റ് രാജ്യം ഭരിക്കുന്ന ചില ആളുകളോടാണെന്ന് നിങ്ങൾ തുറന്നു പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യത്തിന് പ്രസക്തിയില്ല. അതേസമയം ഇവിടെ ഇപ്പോഴും BJPയുടെയും സംഘപരിവാറിന്റെയും ആളുകൾ അവരുടെ ഫേസ്ബുക്ക് വാർഡുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ പട്ടിണിയെ കുറിച്ചല്ല. രാജ്യത്തിന്റെ പട്ടിണി എന്ന് പറയുമ്പോൾ ഇവിടെ മുസ്ലിമിനും ക്രൈസ്തവനും മാത്രമല്ല പട്ടിണി, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രമല്ല പട്ടിണി. ഇന്ത്യയിൽ അനുഭവിക്കുന്ന, അറിയാലോ, നമ്മുടെ വേൾഡ് ഇൻഡെക്സിൽ എത്രാമത്തെ സ്ഥാനമാണ്? പാകിസ്ഥാനും കേട്ട് താഴെയാണ് നമ്മൾ പട്ടിണിയുടെ കാര്യത്തിൽ, അറിയാലോ. അതിനെക്കുറിച്ച് സംസാരിക്കില്ല. തൊഴിലില്ലായ്മയെ കുറിച്ച്, ഗ്യാസിന്റെ പെട്രോളിന്റെ വിലവർധനയെ കുറിച്ച്, നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ആരും തന്നെ, സംഘപരിവാരപ്പെട്ട ആളുകൾ തയ്യാറാവുന്നില്ല. അവരിപ്പോഴും ചില ആളുകളെ, രാഷ്ട്രീയത്തിലെ പ്രധാനമന്ത്രിയും അതുപോലുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് ആരോടാണ് കമ്മിറ്റ്മെന്റ്? വീണ്ടും ചോദിക്കുകയാണ്, സമൂഹത്തോടോ രാജ്യത്തോടോ ആരോടാണ് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ്? പ്രതിഷേധിക്കേണ്ട സമയത്ത് ഇനി ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഇവിടെ ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ.
ഏ അതോ പാർട്ടിക്കാരനാണെങ്കിൽ അടിമകളാവണമെന്നുണ്ടോ? നിങ്ങൾക്ക് സംസാരിക്കാൻ നാവുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പോസ്റ്റുകൾ ഉണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? രാജ്യം, നാട് ഒരു ദുരിതക്കയത്തിലേക്ക് വീഴുമ്പോ അതിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും സംസാരിച്ച് അതിനെ തടുത്തു നിർത്താനുള്ള ശ്രമം ഇന്ത്യക്കാരായ പൗരന്മാരുടെ ഭാഗത്ത് ഉണ്ടാവണ്ടേ? നിങ്ങൾ ഉപദേശിച്ച് നന്നാക്കാമെന്ന് വിചാരിച്ച് പറയുന്നതല്ല. പൊതുജനങ്ങൾ അറിയാൻ വേണ്ടി പറയാം. നിങ്ങൾക്കുള്ള രാജ്യസ്നേഹത്തെ കുറിച്ച് പൊതുജനങ്ങൾ അറിയണമല്ലോ. അതായത് നാട്ടിൽ ഇത്രയും അരാജകത്വം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുമ്പോ അതിനെതിരെ സംസാരിക്കാതെ അവിടെ മൗനം പാലിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി ശരിയല്ല. നിങ്ങളുടെ അത്തരത്തിലുള്ള ഈ സാഹചര്യത്തിലുള്ള പ്രവണത, അതായത് നാട് നശിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കേണ്ട സമയത്ത് നിങ്ങളിപ്പോഴും മുസ്ലിങ്ങളെ കുറിച്ചും ക്രൈസ്തവരെ കുറിച്ചും അവർക്കെതിരായി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ അവസാനം എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയാം. കാരണം ഇപ്പൊ തന്നെ ഇന്ത്യ ഒരു വലിയൊരു ദുരിത കുഴിയിലേക്ക് വീഴുകയാണ്. ചില ആളുകൾ വാക്കുകൾ കൊണ്ട്, നാക്കുകൾ കൊണ്ട് പറയുന്നുണ്ട് ഇന്ത്യ എന്തോ വലിയ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു, നാലാമത്തെ സാമ്പത്തിക ശക്തിയാണെന്ന് നാക്ക് കൊണ്ട് പറയുന്നു. പക്ഷേ യഥാർത്ഥ ഇന്ത്യയെ നമ്മൾ അറിയണം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇന്നത്തെ ഇന്ത്യയെ അറിയണമെങ്കിൽ പണ്ട് മമ്മൂട്ടി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ദി കിങ് എന്ന സിനിമയിൽ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്, അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യയിലെ അനുഭവങ്ങളുടെ ഇന്ത്യ എന്ന്. എന്നാൽ അതിലൊരു ചെറിയ തിരുത്തുണ്ട്. എന്നറിയോ? വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സംഘപരിവാർ അനുകൂലികൾ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ PR വർക്കിന്റെ കാശ് മേടിച്ചുകൊണ്ട് അവർ പടച്ചുവിടുന്ന ഇന്ത്യയുടെ വളർച്ചയല്ല യഥാർത്ഥ വളർച്ച. അത് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും തൊഴിലില്ലായ്മയുടെയും നാട്ടിലെ അരാജകത്വത്തിന്റെയും വിലക്കയറ്റത്തിന്റെയും വളർച്ചയാണ് ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാവണമെങ്കിൽ അത് മനസ്സിലാവണമെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇറങ്ങി ലോകത്തെക്കുറിച്ച്, ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കണം. നോക്കൂ, ഇപ്പൊ തന്നെ നോക്കൂ, നാട്ടിലെ സ്ഥാപനങ്ങളൊക്കെ പൂട്ടിപ്പോകുന്നു. ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങളാണ് നോട്ട് നിരോധനം മുതൽ പൂട്ടി തുടങ്ങിയിരിക്കുന്നത്. ഇനി എന്തൊക്കെ നമ്മൾ ഇന്ത്യയിൽ കാണാൻ കിടക്കുന്നു, എന്തൊക്കെ ഇനി അവസാനിക്കാൻ പോകുന്നു. ഇന്ത്യയിൽ പലതും വിറ്റു തുലച്ചു. വിമാനത്താവളങ്ങൾ, കപ്പൽ തുറമുഖങ്ങൾ, എന്തിന് സൈനിക സ്കൂൾ വരെ ഇപ്പൊ അദാനിയുടെ കയ്യിലാണ്. അങ്ങനെ എല്ലാം വിറ്റുതുലച്ച് ഇന്ത്യ ഒരു ഏകദേശം 2-3 ആളുകളുടെ കയ്യിലേക്ക് ഇന്ത്യ രാജ്യം എത്തും. അതുവരെ നിങ്ങൾ ഇപ്പം പറയുന്നത് പോലെ നിങ്ങൾ അന്നും പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത്? നാട്ടിന്റെ അരാജകത്വം മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ മറ്റു സമുദായങ്ങൾക്കെതിരെ എഴുതിക്കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും.